നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധന്റെ രാശിമാറ്റ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബുധൻ രാശി മാറുകയാണ്. ബുധൻ ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് പോവുകയാണ്. ബുധൻ സ്വക്ഷേത്രത്തിലാണ് യാത്രയാകുന്നത്. 6/6/2025 കാലത്ത് 9:26 ബുധൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ വളരെ ബലവാനാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ്. ആർക്കൊക്കെ ബുധന്റെ രാശിമാറ്റം പ്രയോജനകരമാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 3-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. മേടക്കൂറുകാർക്ക് ബുധൻ 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനുമാണ്. അത്ര നല്ല ഒരു ഫലമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് ബുധന്റെ രാശിമാറ്റം മൂലം ലഭിക്കുക. 3-ാം ഭാവത്തിൽ ബുധൻ നിൽക്കിയാൽ മേടക്കൂറുകാർക്ക് ശത്രുഭയവും അധികാരി സ്ഥാനങ്ങളിൽ നിന്നുള്ള എതിർപ്പും ഒക്കെ ഫലമായി വരാം. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 2-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ബുധൻ 2-ഉം 5-ഉം ഭാവാധിപനാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ധനപുഷ്ടിയും വാഗ്വിലാസവും ഐശ്വര്യവുമാണ് ഫലമായി പറയേണ്ടത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലും രക്ഷിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ടുമൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സന്താന പ്രാപ്തിക്കും ഈ സമയം അനുകൂലമാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനാണ്, 4-ാം ഭാവാധിപൻ കൂടിയാണ്. ജന്മരാശിയിൽ ബുധൻ നിൽക്കുക വഴി ബന്ധുക്കളോട് കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിനെതിരായ വാക്കുകൾ നിമിത്തമായി ധനനഷ്ടം ഉണ്ടാകാം. ദൂരദേശ സഞ്ചാരവും ഫലമായി പറയണം. എന്നിരുന്നാലും ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ജീവിതത്തിലെ സുഖം, സന്തോഷം എന്നീ കാര്യങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ സഹായകരമാണ്. ഇനി നമുക്ക് ബുധന്റെ രാശിമാറ്റം കർക്കിടകൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്നുള്ളത് നോക്കാം. ബുധൻ 12-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 12-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുപീഡ, രോഗം എന്നീ ഫലങ്ങളെ പറയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് രോഗത്തിന് ശമനവും ബുധന്റെ ഈ രാശിസ്ഥിതി നിൽക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുമെന്നും പറയാം. അതായത് ഒരു ദീർഘകാലം ആരോഗ്യസ്ഥിതി മോശമാകില്ല എന്ന്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 11-ാം ഭാവത്തിലാണ് എത്തിച്ചേരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ബുധൻ 2-ഉം 11-ഉം ഭാവാധിപൻ കൂടിയാണ്. നല്ല ഫലങ്ങൾ നൽകേണ്ട ഗ്രഹമാണ്. 11-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുക വഴി സംഭാഷണ സാമർഥ്യം, ധനലാഭം, സുഖം, കാര്യവിജയം, കുടുംബ സൗഖ്യം, സന്താന സൗഖ്യം എന്നിവയൊക്കെ ഫലമായി പറയണം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ബുധന്റെ രാശിസ്ഥിതി അനുകൂലമാണ്. ഇനി നമുക്ക് ബുധന്റെ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് എന്ത് ഫലം നൽകുമെന്നുള്ളത് നോക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനാണ് ബുധൻ. കൂടാതെ 10-ാം ഭാവാധിപൻ കൂടിയാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ബുധൻ 10-ാം ഭാവത്തിൽ നിൽക്കുക വഴി ശത്രുനാശം, ധനലാഭം, ദാമ്പത്യ സുഖം എന്നിവയൊക്കെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ തൊഴിലിന് ഉയർച്ച ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇനി നമുക്ക് ബുധന്റെ രാശിമാറ്റം തുലാക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യാധിപനുമാണ്, 12-ാം ഭാവാധിപനുമാണ്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ഭാഗ്യത്തിന് വർധന ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങൾക്കും ഗുണപരമാണ്. എന്നാൽ രോഗസാധ്യതയും പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ബുധന്റെ രാശിമാറ്റം വൃശ്ചികക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ 8-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. 8-ഉം 11-ഉം ഭാവാധിപനാണ് ബുധൻ. 8-ാം ഭാവത്തിൽ ബുധൻ നിൽക്കിയാൽ കാര്യവിജയം, പുത്രസുഖം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസ്സുഖം, സാമർഥ്യം എന്നീ നല്ല ഫലങ്ങളെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലേക്കാണ് ബുധൻ എത്തുന്നത്. 7-ഉം 10-ഉം ഭാവാധിപനാണ് ബുധൻ. ജന്മരാശിയുടെ 7-ാം ഭാവത്തിൽ ബുധൻ നിൽക്കിയാൽ കലഹമാണ് ഫലം. എന്നിരുന്നാലും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുകൂടാതെ തന്നെ തൊഴിലിൽ നേട്ടങ്ങളും ഉണ്ടാകാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതേപോലെ തന്നെ ആരോഗ്യത്തിനും ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ വരും. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം,
തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ ജന്മരാശിയുടെ 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാര്യവിജയം, ധനലാഭം, സൗഭാഗ്യം, ഉന്നത സ്ഥാനലബ്ധി എന്നിവയൊക്കെ ഫലമായി പറയണം. എന്നിരുന്നാലും ശത്രുശല്യം ഉണ്ടാകും. ഇനി നമുക്ക് ബുധന്റെ രാശിമാറ്റം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയുടെ 5ാം ഭാവത്തിലാണ് ബുധൻ എത്തുന്നത്. 5ാം ഭാവാധിപനുമാണ്, 8ാം ഭാവാധിപനുമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ ബുധൻ 5ാം ഭാവത്തിൽ നിൽക്കുക വഴി ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കലഹമുണ്ടാകാനുള്ള സാധ്യതയും പറയണം. എന്നിരുന്നാലും അത് സന്താനങ്ങൾക്ക് പഠനകാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും വിശേഷ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ബുധന്റെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് ബുധൻ 4ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. 4ഉം 7ഉം ഭാവാധിപനാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ലഭിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ വിവാഹമൊക്കെ ആലോചന നടക്കുന്ന യുവാക്കൾക്ക് വിവാഹം നടക്കാനുള്ള അനുകൂല സമയം കൂടിയാണ്. അതേപോലെ തന്നെ ബുധൻ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. തൊഴിലിനും അഭിവൃദ്ധി മീനക്കൂറുകാരെ സംബന്ധിച്ച് ലഭിക്കുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും ബുധന്റെ രാശിമാറ്റ ഫലം നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.